ലാലേട്ടൻ വരുന്ന ഫസ്റ്റ് ഒരു എൻട്രി തന്നെ ഉണ്ട്. 2020 ഒരു ഷോട്ട്, മമ്മൂക്ക വരുന്ന ഒരു ഷോട്ട്. റൺവേയിൽ 3 ലോറികൾ വന്നിട്ട് ആ ഡിപ്പിൽ ഇറങ്ങി കയറുമ്പോൾ മുന്നിൽ ദിലീപ് ജിപ്സിയിൽ വരുന്നു. അപ്പോൾ ഈ 3 ഷോട്ടും ലക്കിലി എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ഒരേ സ്ഥലത്ത് തന്നെ ഷൂട്ട് ചെയ്തെന്നുള്ളതാണ് അതിൻ്റെ വേറെ സന്തോഷം. ഇപ്പോൾ ലാലേട്ടൻ അതിൽ ചോദിച്ചു പോകാന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതൊരു വളരെ ഹിറ്റായിട്ടുള്ള സാധനം. കാലത്ത് 7 മണിക്ക് ഷൂട്ട് ചെയ്തതാണ്, ഒരു പച്ചക്കായിട്ടുള്ള തന്നെ എടുത്തതാണ്. അത് ആ ആക്ടറുടെ കഴിവാണ്, ടോട്ടൽ ആക്ടറാണ് ലാലേട്ടൻ. അതുകൊണ്ട് ലാലേട്ടനെ കുറിച്ച് നമ്മൾ ഓരോന്ന് ചോദിച്ചാൽ എല്ലാത്തിനും കാരണം ലാലേട്ടൻ തന്നെയാണ്. ആ മെയിൻ ഡയലോഗ്സിൻ്റെ ഒറ്റ സ്ട്രെച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ മമ്മൂക്ക ഭയങ്കര ഇമോഷണലായി. ഈ പറഞ്ഞ പോലെ തൊണ്ട ഇടണമെന്നൊക്കെ തോന്നിയപ്പോൾ ഒരു ചെറിയൊരു പോസ് വന്നു പറയുന്നതിൽ. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു എന്ത് ചെയ്യണം, കട്ട് ചെയ്യണം, മമ്മൂക്ക തെറ്റിച്ചാണോ എന്ന് അറിയാതെ പോയി. ഞാൻ പറഞ്ഞു വേണ്ട, റോൾ ചെയ്യണം പറഞ്ഞു. അങ്ങനെ മൾട്ടി ക്യാമറയാണ് അത് ഒറ്റ അടിക്ക് എടുത്തത്. വെണ്ണില ചന്ദനഗണം പാട്ട്, അതില് നല്ല ഭംഗിയിൽ നമ്മള് വെണ്ണിലാവിനെ ഇങ്ങനെ വെള്ളത്തിൽ കാണുന്ന സീക്വൻസ് ഉണ്ട്. ലൈറ്റിന്റെ റിഫ്ലക്ഷൻ ആണത്. പിന്നെ അത് മാക്സിമം നമ്മൾ കൺട്രോൾ ചെയ്ത് നിലാവിന്റെ ഫീല് കൊണ്ടുവരിക എന്നുള്ളത്. വസുന്ധര ഓടിച്ചെന്ന ഒരു മരത്തിന്റെ ചോട്ടിരിക്കുന്ന ഒരു ഷോട്ടുണ്ട്, ഇങ്ങനെ കതച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കില് മലനിരകൾ ഇങ്ങനെ കാണാം. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കിട്ടി ആ സമയത്ത്, ആ ലൈറ്റിങ്ങിൻ്റെയും ആ മൂമെൻറ്റിൻ്റെ. ആ ഷോട്ട്, ആ സോങ്സ് പൊതുവെ നല്ല കളേഴ്സും ഒക്കെ കുറേ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മലയാള പ്രേക്ഷകർ, സിനിമാ പ്രേക്ഷകർ വീണ്ടും റിലീസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൂവി ഉണ്ട്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, രാവണപ്രഭു പോലെ നമ്മൾ കണ്ട ഒരുപാട്, നമ്മൾ ആസ്വദിച്ച ഒരുപാട് സിനിമകളുടെ പിന്നിൽ വർക്ക് ചെയ്ത ഒരാൾ, എല്ലാവരെയും ക്യാമറ കണ്ണിലൂടെ ഇങ്ങനെ വളരെ മനോഹരമാക്കി നമ്മുടെ മുന്നിലേക്ക് എത്തിച്ച ആളാണ് എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത്, പ്രിയപ്പെട്ട സിനിമാറ്റോഗ്രാഫർ പി സുകുമാർ. അപ്പോൾ സിനിമാറ്റോഗ്രാഫർ മാത്രമല്ല, ഡിറക്ഷൻ, പ്രൊഡക്ഷൻ, അതേപോലെ തന്നെ ആക്ടിങ്, അങ്ങനെ പല മേഖലകളിലുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണെങ്കിലും രാവണപ്രഭുവിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. ഇപ്പോൾ രാവണപ്രഭു ഇങ്ങനെ കോടി ക്ലബിൽ എത്തി നിൽക്കുകയാണ് റിലീസായിട്ട്. അപ്പോൾ എങ്ങനെ ആ വൈബൊക്കെ അറിയുന്നുണ്ടോ? അതൊക്കെ സുഖമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടോ? മൂവി കണ്ടോ? മൂവി സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടില്ല, കാരണം ഞാനൊരു കണ്ണിലൊരു ചെറിയ സർജറി ചെയ്തുകൊണ്ട് മൂവി കാണാൻ പറ്റില്ല, തിയേറ്ററിൽ പോയി കാണാൻ പറ്റില്ല. പക്ഷേ കുറേ പേർ അതിൻ്റെ ക്ലിപ്പിങ്സ് അയച്ചു തരികയും അതൊരു ആഘോഷമായി ഒരു ഭയങ്കര ഓളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഒരു എന്നെ സംബന്ധിച്ചോളം ഒരു എന്താ പറയുക, എഗൈൻ ഒരു പുനർജന്മം പോലെയാണ് ഈ സിനിമ. കാരണം കുറച്ചു കാലമായിട്ട് വളരെ കുറച്ച് സിനിമകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഇത് വന്നപ്പോൾ പിന്നെ വേറൊരു തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക പ്രായപരിധിയിലുള്ള ആൾക്കാർ, എന്ന് വെച്ചാൽ പ്രോബബ്ലി ലൈക്ക് നമ്മൾ റിലീസായ ശേഷം ജനിച്ച ആൾക്കാർക്ക് നമ്മുടെ എക്സിസ്റ്റൻസിനെ കുറിച്ചൊന്നും അല്ല ഈ സിനിമയുടെ ഇതിനെക്കുറിച്ചൊന്നും ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല, ബോധേഡായിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് ഒരു ഇത് കിട്ടിയ പോലെയല്ല, കുറേ പേര് യങ്സ്റ്റേഴ്സ് എസ്പെഷ്യലി ഇപ്പോൾ വിളിച്ചിട്ടും അവർ ത്രിൽഡായിട്ടും അവർ കണ്ടിട്ട് ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊക്കെ എൻ്റെ അടുത്ത് നേരിട്ട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതിന് ഈ സിനിമ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വർക്ക് ചെയ്ത ഒരു സിനിമ വീണ്ടും അതേ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്ന ഒരു നല്ല കാര്യമല്ലേ? തീർച്ചയായിട്ടും. ലാലേട്ടൻ വരുന്ന ഫസ്റ്റ് ഒരു എൻട്രി തന്നെ ഉണ്ട്. ഹൈവേയിലൂടെ ഇങ്ങനെ വരുന്നു, വണ്ടി ഇങ്ങനെ കറക്കി ഇങ്ങനെ ഇതാക്കുന്നു, വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നു, വിൻഡോ ഒക്കെ താഴ്ത്തുന്നു, ലാലേട്ടൻ ഇറങ്ങുന്നു, കാലോട്ട് ചവിട്ടി ഡോർ അങ്ങോട്ട് അടയ്ക്കുന്നു. ഈ ഒരു ഷോട്ടിനെ കുറിച്ചൊക്കെ ഇപ്പോൾ ഓർക്കാൻ പറഞ്ഞാൽ അത് റീടേക്കുകളെ കുറിച്ച് ഓർക്കുന്നുണ്ടോ? എങ്ങനെയായിരുന്നു അത്? ഇത് ഞാൻ അഗൈൻ ആൻഡ് അഗൈൻ റിമൈൻഡഡ് ആവുന്നത് എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് കാലമായിട്ട് വന്നിട്ടുള്ള ഒരു, അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ കാണുമ്പോഴൊക്കെ അത് അയച്ചു തരും. ഈ ഒരു ഷോട്ട് മാത്രമല്ല, ഈ ഷോട്ടും 2020 ഒരു ഷോട്ട്, മമ്മൂക്ക വരുന്ന ഒരു ഷോട്ട്. പിന്നെ മെയിനായിട്ട് പിന്നെ ദിലീപ് റൺവേയിൽ 3 ലോറികൾ വന്നിട്ട് ആ ഡിപ്പിൽ ഇറങ്ങി കയറുമ്പോൾ മുന്നിൽ ദിലീപ് ജിപ്സിയിൽ വരുന്നു. അപ്പോൾ ഈ 3 ഷോട്ടും ലക്കിലി എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ഒരേ സ്ഥലത്ത് തന്നെ ഷൂട്ട് ചെയ്തെന്നുള്ളതാണ് അതിൻ്റെ വേറെ സന്തോഷം. കോയമ്പത്തൂർ LNT ലാസ്റ്റ് ടു ബ്രോൻ്റെ ഹൈവേയിലാണ് ഷൂട്ട് ചെയ്തത്. സെയിം ലൊക്കേഷൻ, ഓൾമോസ്റ്റ് സിമിലർ. ഐ മീൻ
കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും 1 കിലോമീറ്റർ 2 കിലോമീറ്റർ വ്യത്യാസമാണ്. പക്ഷേ ആ റോഡ് ആ സ്ട്രെച്ചിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരേ സമാന സ്വഭാവമുള്ള ഷോട്ടുകളുമാണ് അല്ലേ? ഇങ്ങനെ വരും, ദൂരെ നിന്ന് വരുന്നു. കുറച്ച് പക്ഷേ ഈ റൺവേയിൽ എസ്പെഷ്യലി കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാരണം പ്രതീക്ഷിക്കാത്ത 3 വണ്ടികൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇറക്കി കയറി വരുമ്പോൾ അതിന് മുന്നിലൊരു വണ്ടി ആരും പ്രതീക്ഷിക്കുന്നില്ല. രാവണപ്രഭുവിലും ഈ വണ്ടി സ്പെഷ്യലായി കൊണ്ടുവന്ന് അത് കറക്കി അതൊക്കെ എടുത്ത് കുറേ ട്രിക്സൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് നല്ലോണം. പിന്നെ ലാലേട്ടനായതുകൊണ്ട് ആ എന്താ പറയുക, ഫ്ലെയറിനൊന്നും ഒരു കുറവില്ലല്ലോ, അത് സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചോളം ഈ 3 ഷോട്ടും ഒരേ ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ട് ആൾക്കാരിങ്ങനെ അപ്രിസിയേഷൻ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. ഒരു സിനിമ ചൂസ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ പറയാം സുഖേട്ടൻ്റെ സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതൊരു കോമഡി നിറഞ്ഞ സിനിമകളുണ്ട്, സീരിയസ് ആയിട്ടുള്ള ജോണറിലുള്ളതുണ്ട്, ഫാമിലി എൻ്റർടൈനർ, മാസ്, അങ്ങനെ പല ഇതിലെടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു സിനിമ ചൂസ് ചെയ്യണത്? അല്ലെങ്കിൽ ഈ സംവിധായകൻ്റെ കൂടെ വർക്ക് ചെയ്യാം, 1 ലൈൻ കേൾക്കുമ്പോഴാണല്ലോ, അതല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് നോക്കിയിട്ടാണോ, എങ്ങനെയാണ്? ഇതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് നമ്മുടെ അപ്പോഴത്തെ സാമ്പത്തിക ആവശ്യങ്ങൾ ഒന്ന്, രണ്ടാമത് ആ ഡയറക്ടർ അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ആക്ടർ, ഇതിൽ പല ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള അടുപ്പം. മിക്കവാറും നമ്മുടെ അവരുമായിട്ടുള്ള റാപ്പോ കാരണമോ ബന്ധം കൊണ്ടാണ് ചെയ്യുന്നത്. അതൊന്ന്. രണ്ടാമത് ഒരു സിനിമയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഞാൻ ഈ പണ്ട് തൊട്ടേ നമ്പർ ഓഫ് മൂവീസ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ അതിലുപരി ഞാൻ സിനിമകൾ അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ സിനിമ ചെയ്യാറുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഡയറക്ടർ കമൽ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാൻ കൂടുതൽ കണ്ടിന്യൂസ് വരച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് 19.5 മൂവീസ്. ഹാഫ് മൂവി എന്ന് വെച്ചാൽ ഒരു സിനിമ ആയപ്പോൾ ഞാൻ ക്രെയിൻ്റെ മേലിൽ നിന്ന് പൊട്ടി വീണ് ചെറിയ അപകടമൊക്കെ പറ്റി. നമ്മൾ. ഓക്കെ. അതുകൊണ്ട് നിർത്തുന്നത്. അപ്പോൾ ഞങ്ങൾ തമ്മിലൊരു നല്ല കെമിസ്ട്രിയാണ്. ഒരു സിനിമാറ്റോഗ്രാഫർ ഒരു സിനിമയിലേക്ക് എപ്പോഴാണ് എൻ്റർ ചെയ്യണമെന്നുള്ള ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഓഡിയൻസിന് ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കില്ല. ആ ഒരു സ്റ്റേജ് എപ്പോഴാണ്? അതായത് കഥയൊക്കെ സെറ്റായി കഴിഞ്ഞ ഒരു ഡയറക്ടർ ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ രണ്ടുപേരും വന്ന് കഥ പറയുന്നു, അങ്ങനെയാണ്? അതാണ് ജനറലി സംഭവിക്കുന്നത്. വെച്ചാൽ ഡയറക്ടറും കഥ ഒരു ഐഡിയ ഉണ്ടാക്കിയാൽ അത് ഏത് രീതിയിലാണെന്ന് മിക്കവാറും ഡയറക്ടേഴ്സ് തീരുമാനിക്കും. അവരുടെ ആ സിനിമയിൽ ഉപയോഗിക്കാൻ പോകുന്ന ടെക്നിക്ക് എന്താണെന്നുള്ളത് തീരുമാനിക്കും. അതിന് മാച്ചാവുന്ന ഒരു സിനിമാറ്റോഗ്രാഫറെ, പിന്നെ അത് സെലക്ഷൻ പ്രോസസ്സിൽ കുറേ ഇൻഫ്ലുവൻസ് ഉണ്ട്. അന്നത്തെ മാർക്കറ്റിലുള്ള ആളായിരിക്കാം, ചിലപ്പോൾ പുതുതായി ട്രൈ ചെയ്യാൻ കഴിവുള്ള ആളാണെന്ന് തോന്നിയതുകൊണ്ടാവാം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ജനറലി അതാണ്. ഒരു ഹോസ്പിറ്റൽ സീൻ ഉണ്ട് അതിൽ, ഓർക്കുണ്ടോ? വീൽ ചെയറിൽ ഇങ്ങനെ വരുന്ന, അതായത് വീഴാൻ വേണ്ടി വരുന്ന രേവതി പെട്ടെന്ന് ചവിട്ടിയിട്ടാണ് നിർത്തുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാലേട്ടൻ അവിടെ കുറച്ച് ആക്ഷൻസ് കാണിക്കുന്നുണ്ട്, മുണ്ട് കുത്തുന്നുണ്ട്, മീശ 2 സൈഡ് ഇതാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഷോട്ട് പ്രത്യേകിച്ചും അത് അങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ആ വരുന്ന വരവും ഒക്കെ അന്നത്തെ മേ ബി അത്ര ടെക്നിക്കലി ഇപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിരിക്കും. കുറെ കൂടെ ടെക്നിക്കലി എന്നതിലുപരി ടെക്നോളജി എന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഗാഡ്ജറ്റ്സും കുറേ ടൂൾസും കുറേ കൂടുതലാണ്. അപ്പോൾ അന്ന് അത്രയും ഇല്ല, കുറവായിരുന്നു. പക്ഷേ അന്ന് ഗ്രാഫിക്സ് VFXൻ്റെയൊക്കെ തുടക്കകാലമായതുകൊണ്ട് നമുക്ക് എന്നിട്ടും അത് കുഴപ്പമില്ലാതെ ഭംഗിയോടെ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. വളരെ വലിയൊരു കാര്യമാണ്. അതായത് സിനിമാറ്റോഗ്രാഫർക്ക് നമ്മൾ ആ ക്യാമറ കണ്ണിലൂടെ അത് കാണാൻ പറ്റുക എന്നുള്ളത്. കാരണം അഭിനയിച്ച് കഴിഞ്ഞിട്ടുള്ളത് നമ്മളൊക്കെ കാണുന്നത്. സിനിമാറ്റോഗ്രാഫർ നേരിട്ടാണത് ഫീൽ ചെയ്യണത് അല്ലേ, അവനവൻ വെച്ച ആംഗിളിൽ. ഇപ്പോൾ എപ്പോഴോ സുഖേട്ടൻ തന്നെ പറയുന്നത് നമ്മുടെ ആകാശദീപങ്ങൾ ആ പാട്ടിൽ ലാലേട്ടൻ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ എന്തോന്ന് ചെറുതായിട്ട് ഇടറുന്ന, ഇതൊക്കെ ആ ഒരു മെമ്മറി എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഇപ്പം ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു അത്ഭുത പ്രതിഭയാണ് സദ്യം. ഒരു ആക്ടർ എന്ന നിലയ്ക്ക് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടർ. അപ്പോൾ ഏകദേശം നമുക്കൊരു ഷോട്ടിൽ ഇന്നതാണ് പെർഫോം ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നതിൽ ഉപരി ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും. അതിൽ ചില റിയാക്ഷൻസ് വരും, അതുപോലെ അതൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ അതേപോലെ വേറൊരു എക്സാമ്പിളാണ് അയാൾ കഥ എഴുതുന്നില്ല, ഷോക്ക് അടിച്ചിട്ട് വീണിട്ട് രണ്ടാമത് ഒന്നുകൂടെ. അപ്പോൾ അത് ആക്ച്വലി ഒറിജിനൽ പ്ലാനിലില്ലായിരുന്നു. പക്ഷെ അത് അങ്ങനെ ആക്ടേഴ്സ് അത് സിനിമാഗ്രാഫർ എന്ന എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ആക്ടറോട് നമ്മൾ കുറച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം രൂപം കിട്ടും, എന്തെങ്കിലും ഇവർ ചെയ്യും. അപ്പോൾ പ്രതീക്ഷിച്ച് നമ്മൾ റെഡിയാക്കാം. അതുകൊണ്ട് അത് നന്നായി ക്യാപ്ചർ ചെയ്യാൻ പറ്റും, നമുക്ക് പറ്റി എന്നുള്ളതാണ് എൻ്റെ
സക്സസ്. ഓക്കെ. അപ്പോൾ ലാലേട്ടൻ്റെ കേസിൽ എന്താണെങ്കിലും പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ പ്രതീക്ഷിക്കാന്നുള്ളൊരു ഉറപ്പായിട്ടും. ഇപ്പോൾ പല സിനിമകളിൽ ഞാൻ കുറേ സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം നമ്മൾ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ലാലേട്ടൻ. ഇപ്പോൾ ലാലേട്ടൻ അതിൽ ചോദിച്ചു പോകാന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതൊരു വളരെ ഹിറ്റായിട്ടുള്ളൊരു സാധനം. അതെ, നമുക്ക് ചോദിച്ചു. അപ്പോൾ പലരും എന്നോട് ചോദിച്ചു ലാലേട്ടൻ മദ്യപിച്ചിട്ടാണോ റോൾ ചെയ്തത്, കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണല്ലോ. പക്ഷെ അത് കാലത്ത് 7 മണിക്ക് ഷൂട്ട് ചെയ്തതാണ്, ഒരു പച്ചക്കായിട്ടുള്ള തന്നെ എടുത്തതാണ്. അത് ആ ആക്ടറുടെ കഴിവാണ്. അത്രയും കൺവിൻസിങ് ആയിട്ട് നമുക്ക് അത് ലാലേട്ടൻ്റെ പ്രത്യേക ഒരു കഴിവാണ്. മദ്യപിച്ച് ആ സീൻസൊക്കെ ലാലേട്ടൻ എല്ലാത്തിലും 20 മദ്രാസ് മെയിലൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, എല്ലാം തന്നിട്ടുണ്ട്. പിന്നെ ലാലേട്ടനെ സംബന്ധിച്ച് ലാലേട്ടൻ ഭയങ്കര ഫ്ലെക്സിബിളാണ്. ഒരു സാധാരണ അത്രയും ലാലേട്ടൻ ഇച്ചിരി അത്യാവശ്യം സൈസുള്ളതാണ്. ആ സൈസിലുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെയൊക്കെ എത്രയോ അതിലപ്പുറമാണ് ലാലേട്ടൻ. എത്ര ഈസി ആയിട്ട് ആ കാല് നോക്കി ബോംബിൻ്റെ മേളിൽ വെച്ചിട്ട്. അപ്പോൾ ഇതൊരു ടോട്ടൽ ആക്ടറാണ് ലാലേട്ടൻ. അതുകൊണ്ട് ലാലേട്ടനെ കുറിച്ച് നമ്മൾ ഓരോന്ന് ചോദിച്ചാൽ എല്ലാത്തിനും കാരണം ലാലേട്ടൻ തന്നെയാണ്. അതെന്തുകൊണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ലാലേട്ടനാണ്. അതുകൊണ്ട് അതങ്ങനെ. ഈ ഫ്രെയിമുകളെ പറ്റി ഇപ്പോൾ ഒരു ആക്ടർക്ക് അറിയുക എന്നുള്ളത് അത് എത്രമാത്രം അയാൾക്ക് നല്ലതാണ്? അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേര് സിനിമയിലേക്കൊക്കെ വരുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഒരാൾക്ക് ക്യാമറ സെൻസ് ഉണ്ടാവുക ആസ് എൻ ആക്ടർ, അത് അങ്ങനെയുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ എളുപ്പമാണോ, അല്ലെങ്കിൽ കറക്ഷൻ ആവശ്യം വരുമോ, എങ്ങനെയൊക്കെയാണ്? ലാലേട്ടൻ അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. ഓക്കെ. ഞാൻ എൻ്റെ ചേട്ടൻ്റെ ഒരു പടമുണ്ട്, ഉയരുഞ്ഞാൻ നാടാകുന്നുണ്ട്. അതിൽ അസിസ്റ്റൻ്റായിട്ട് ഞാൻ തുടങ്ങിയിട്ടുള്ള സമയത്ത് തന്നെ ലാലേട്ടൻ കണ്ടിന്യൂറ്റി നോക്കുക എല്ലാവരുടെയും. അതായത് ആ ഷോട്ടിൽ നിൽക്കുമ്പോൾ ലാലേട്ടൻ്റെ ഡയലോഗ് കൂടാതെ, ആക്ഷൻ കൂടാതെ, മറ്റുള്ള എല്ലാ ആക്ടേഴ്സിൻ്റെയും കണ്ടിന്യൂറ്റി കറക്റ്റായിട്ട് പറയും. ഇന്ന ഷോട്ട് എടുക്കുമ്പോൾ കൈ ഇവിടെയായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഒരു വേറൊരു മെഷീനറിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സാധനം. അതുപോലെ തന്നെ രാവണപ്രഭുവിലും പല ഷോട്ടുകളും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ലാലേട്ടൻ. ഓക്കെ. ഒരു ഷോട്ട് നമുക്ക് കറക്റ്റായിട്ട് വരുന്നില്ല, ഫ്രെയിം വളരെ ടൈറ്റ് ഫ്രെയിംസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈസിയാണ്. ലാലേട്ടൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, ലാലേട്ടൻ അത് മാനേജ് ചെയ്തോളും. പിന്നെ നമ്മൾ കിടന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അതുപോലെ ലാലേട്ടൻ്റെ മറ്റൊരു വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഡയലോഗ്സ് ഒറ്റ സ്ട്രെച്ചിൽ തെറ്റാതെ പറയുക എന്നുള്ളത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നൊരു ക്വാളിറ്റിയാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിലാണെങ്കിലും പ്രത്യേകതരം ഡയലോഗുകളാണ്, അതായത് മാസ് ഡയലോഗുകൾ, ഭയങ്കര കാവ്യാത്മകമായി മാസ് പറയുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതൊക്കെ ആള് രസമായിട്ട്, അതിൻ്റെ കൂടെ തന്നെ ചില ഡയലോഗുകളിലാണെങ്കിൽ സുഖമായിട്ടൻ ഇങ്ങനെയാണ് അത് എടുത്തിരിക്കുന്നത്, റൗണ്ട് ആയിട്ട് കുറേ ഷോർട്സ്. ഇതിൽ ഞാൻ എന്നും എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് ലാലേട്ടൻ, അതും അഗൈൻ അയാൾക്ക് അത് എഴുതും. അതിലൊരു സീക്വൻസ് ഉണ്ട്, ലാലേട്ടൻ മറ്റേ നന്ദിനിയുടെ കൗസല്യയുടെ നൈറ്റി എടുത്ത് അവിടെ കൊണ്ടുവന്നിട്ട് ചവിട്ടി ലാലേട്ടനും ശ്രീനേട്ടനും കൂടെ നടന്നു വന്ന് മതിലെടുത്ത് ചാടി അവരുടെ റൂമിനകത്ത് വന്ന്. അപ്പോൾ 3 പേജോളം ലാലേട്ടൻ്റെ ഡയലോഗ്സ്. ശ്രീനേട്ടനുണ്ട്, ശ്രീനേട്ടൻ തന്നെ എഴുതുകൊണ്ട് നമുക്ക് ഓർക്കുന്നതായിരിക്കാം. ഒരു നൈറ്റ് സീക്വൻസ്. അപ്പോൾ നൈറ്റ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് മൂവ്മെൻറ്റ്സൊക്കെ, ക്രെയിനും ട്രോളിയും ഒക്കെ ഇട്ടിട്ടുള്ളതാണ്. അപ്പം ഒരു നൈറ്റ് ഷൂട്ട് എല്ലാം സെറ്റപ്പ് ചെയ്ത് റിഹേഴ്സലൊക്കെ കഴിഞ്ഞപ്പോൾ ടേക്ക് എന്ന് പറയുമ്പോൾ മഴ വന്നു, ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ പിറ്റേന്ന് വേറെ വർക്കിലൊന്നും അതെടുത്തില്ല. അതിൻ്റെയും അടുത്ത ദിവസമാണ് നൈറ്റ് അഗൈൻ ഇത് വന്നത്. അപ്പോൾ അസോസിയേറ്റ് സൂര്യൻ കുനിശ്ശേരി, സൂര്യൻ ഡയലോഗ് ഉണ്ടായിട്ട് ലാലേട്ടൻ ഡയലോഗ് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് ഈ കംപ്ലീറ്റ് ഡയലോഗ്സ് 3 പേജ് ഡയലോഗ്സ് 2 ദിവസം മുന്നേ നോക്കിയത് കംപ്ലീറ്റ് പറഞ്ഞു. ഇതല്ലേ പറഞ്ഞു ടേക്ക് പറഞ്ഞു, ഫസ്റ്റ് ടേക്ക് ഓക്കെ. അത് പലർക്കും ഇപ്പോൾ കുറേ ആക്ടേഴ്സിന് ഇപ്പോൾ അത് ട്രെയിൻഡ് ആയിട്ടുണ്ട് അവർ ഇതേമാതിരി ഡയലോഗ്. പക്ഷേ ലാലേട്ടൻ്റെ ഈ നമ്മളെങ്കിലും ലാലേട്ടൻ എന്ന് പറയുന്നതിൽ തീയണ്ട, പക്ഷേ അതൊരു പ്രത്യേക സ്പെഷ്യൽ എഡിഷൻ ആണ്. ഓക്കെ. അതുപോലെ ഇപ്പോൾ ഈ സിനിമയിൽ ഇപ്പോൾ രാവണപ്രഭുവിലാണെങ്കിൽ വളരെ എല്ലാവരുടെയും മനസ്സിൽ ടച്ച് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് വാര്യരുടെ ക്യാരക്ടർ, നമ്മുടെ ഇന്നസെൻ്റ് ഏട്ടൻ്റെ ക്യാരക്ടർ, നീലകണ്ഠൻ്റെ വാര്യർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ സിനിമകളെ കാണുമ്പോൾ ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ സങ്കടം വരുന്ന കൂടെ അഭിനയിച്ചിട്ടുള്ള ആൾക്കാർ ഇപ്പം ഇല്ലല്ലോ എന്നുള്ളൊരു സാധനമൊക്കെ. നമുക്ക് ഇന്നസെൻ്റ് ഏട്ടനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് ആസ് എ സിനിമാറ്റോഗ്രാഫർ? ഭയങ്കര സ്ക്രീനിൽ രസമായിട്ട് ഹാൻഡിൽ ചെയ്ത് പോകുന്ന ഒരാളാണ്. അല്ല, അത് സിനിമാറ്റോഗ്രാഫർ മാത്രമല്ല, അതായത് കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ആ വർക്കിൻ്റെ ഇതും
മറികടന്ന് വേറൊരു ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഇന്നസെൻ്റായിട്ടും ചേട്ടനായിട്ടൊക്കെ ഞാൻ എത്രയോ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല എത്രയോ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഷൂട്ടല്ലാതെ തന്നെ ഞങ്ങൾ കുറേ ഉണ്ട്. ഇപ്പോൾ കഥ പറയുമ്പോൾ എന്നുള്ള സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഇന്നസെൻ്റേട്ടനും ശ്രീനിയേട്ടനും ഞാനും ആയിരുന്നു ഒരു നെയ്ബേഴ്സ് റൂംസിൽ, ഹോട്ടൽ റൂംസിൽ. അതുകൊണ്ട് മിക്ക വൈകുന്നേരങ്ങളിലും ഞങ്ങൾ ഒന്നിച്ചായിരുന്നു കൂടുന്നതും. ഞങ്ങൾ അപ്പോൾ ഇന്നസെൻ്റേട്ടൻ വേറൊരു ടൈപ്പ് വ്യക്തിയാണ്. ഭയങ്കര നമുക്ക് അസൂയ തോന്നുന്ന ഒരു വ്യക്തിത്വം. ശരി. കാരണം സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ ഞങ്ങളുടെ ഇത്രയും എളുപ്പത്തിൽ ഏത് സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാൻ, പിന്നെ ആരെ വേണമെങ്കിൽ ഏത് വ്യക്തിയെ വേണമെങ്കിൽ ഹാൻഡിൽ ചെയ്യാം. അത് അങ്ങനെ ഇന്നസെൻ്റേട്ടൻ. പിന്നെ ആസ് ആൻ ആക്ടർ ഓഫ് കോഴ്സ് എല്ലാ തരം റോളുകളും ഹാൻഡിൽ ചെയ്യുന്ന ആളല്ലേ. അതുപോലെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ റൺവേലത്തെ ആ സീക്വൻസിനെ കുറിച്ച് പറഞ്ഞു. അത് റീടേക്സ് വന്നിട്ടുണ്ടോ? അതായത് കറക്റ്റ് കിട്ടാനായിട്ട് കുറേ എടുക്കേണ്ടി വന്നിട്ടുണ്ട്? കുറേ ഇല്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫസ്റ്റ് ടേക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ. അല്ലെങ്കിൽ മാക്സിമം 1-2. പക്ഷെ ആ ഷോട്ട് എടുക്കാൻ വേണ്ടി മാത്രം എറണാകുളത്ത് നിന്ന് കോയമ്പത്തൂർ പോവുകയും അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ ലെൻസ് കൊണ്ടുവരികയും സൂമും ചെന്നൈയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ആ ഒറ്റ ഷോട്ടിന് വേണ്ടി. അപ്പോൾ ആ എഫേർട്ടുണ്ട്. ആ എഫേർട്ടിന് അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടുന്നത് നല്ല കാര്യം. ജോഷിയേട്ടനാണ് ഡയറക്ടർ. അതിൻ്റെ കൂടെ അതുപോലെ ഇപ്പോൾ കഥ പറയുമ്പോൾ അതിൽ നമ്മൾ മമ്മൂക്കയുടെ ലാസ്റ്റ് ഒരു സീക്വൻസ് അതിപ്പോൾ കണ്ടാലും റിപ്പീറ്റ് വാച്ച് കണ്ടാലും എനിക്ക് പേഴ്സണലി നന്നായിട്ട് കണ്ണറിയേണ്ട ഒരു സീക്വൻസാണ്. അപ്പോൾ അത് അദ്ദേഹം ചെയ്യുമ്പോൾ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ഒരു വിറയിലും ശബ്ദം ഇടറുന്നുണ്ട്, അങ്ങനെയൊക്കെ ആവുന്നുണ്ട്. അത് റീടേക്ക് വന്നതാണോ? ഒറ്റ റീടേക്ക് അല്ലാതെ ശരിക്കും സത്യത്തിൽ അത് ഒറ്റയടിക്ക് ചെയ്തത്. കാരണം നമുക്ക് അത്ര ഇൻവോൾവ് ആയിപ്പോയി. എൻ്റെ ഓർമ്മയിൽ ഞങ്ങൾ 2 ക്യാമറ വെച്ചിരുന്നു. ഞാൻ എൻ്റെ അസോസിയേറ്റും വെച്ചിരുന്നു. അപ്പോൾ ആ മെയിൻ ഡയലോഗ്സിൻ്റെ ഒറ്റ സ്ട്രെച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ നമുക്ക് ഭയങ്കര ഇമോഷണലായി. ഈ പറഞ്ഞ പോലെ തൊണ്ട ഇടണമെന്നൊക്കെ തോന്നിയപ്പോൾ ഒരു ചെറിയൊരു പോസ് വന്നു പറയുന്നതിൽ. പക്ഷെ അത് സിനിമയിലുണ്ട്, നല്ലതാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഡൗട്ട്. ഞാൻ എൻ്റെ അസോസിയേറ്റിനെ നോക്കി, ഒരു കണ്ണിങ്ങനെ അടച്ചു പിടിച്ചിരിക്കുക, അപ്പോൾ മറ്റേ കണ്ണ് തുറന്നു നോക്കി. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു എന്ത് ചെയ്യണം, കട്ട് ചെയ്യണോ, മമ്മൂക്ക തെറ്റിച്ചാണോ എന്ന് അറിയാതെ പോയി. ഞാൻ പറഞ്ഞു വേണ്ട, റോൾ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ മൾട്ടി ക്യാമറയാണ്, അത് ഒറ്റയടിക്ക് എടുത്തത്. അതേപോലെ തന്നെ തിരിച്ച് ശ്രീനിയേട്ടനും മമ്മൂക്ക പറഞ്ഞ ഡയലോഗ്സ് ഡബിങ് ഇതിൽ നാഗരയിൽ പ്ലേ ചെയ്തിട്ട്, നാഗരയിൽ ഓരോ ആ സൗണ്ട് ഇതിൽ പ്ലേ ചെയ്തിട്ട് ഒറ്റ സ്ട്രെച്ച് എടുത്തിട്ട് അതിൻ്റെ ഇമോഷൻ അങ്ങനെ മൊത്തം എടുത്തു. കറക്റ്റ് കണ്ണിൽ വെള്ളം വരുന്നൊക്കെ നാച്ചുറലായിട്ട് വരുന്നത്. ബ്യൂട്ടിഫുൾ. അങ്ങനെ കുറേ എന്താ പറയുക, നമുക്ക് സിനിമാറ്റോഗ്രാഫറുടെ മാത്രം ഒരു ഭാഗ്യമാണ് കേട്ടോ അത് ശരിക്കും. അല്ല, ഒരു ഡയലോഗ് ഒരു ആക്ടർ പറയുമ്പം ഞാൻ ഡയറക്ടറോട് ഒരു സാധനം പറഞ്ഞു. ഞാൻ പറഞ്ഞ ഫ്രെയിമിൽ നോക്കുമ്പോൾ ഇച്ചിരി വാത്സല്യം കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഫീമെയിൽ ആക്ടർ മകനോടുള്ള വാത്സല്യം കുറേ കാലത്തിന് ശേഷം തിരിച്ചു വന്ന മകൻ, അതാണ്. പക്ഷേ അവർ കുറച്ച് ആ ആക്ടർ എന്താണ് അവർ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഫ്രെയിമിലൂടെ കണ്ടപ്പോൾ ചിരി അടക്കാൻ പറ്റില്ല. ഞാൻ ക്യാമറ എല്ലാം ടൈറ്റ് ചെയ്തിട്ട് കുറച്ച് വിട്ടു നിന്നു. കാരണം ഞാൻ കുലുങ്ങി കഴിഞ്ഞാൽ ചിരിച്ചു കഴിഞ്ഞാൽ മൊത്തം ഫ്രെയിം കുലുക്കും. കട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങി ഓടി. ചിരി കണ്ടോ, നമ്മൾ ഒരാളെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ലല്ലോ. ഇറങ്ങി ഓടി. ഞാൻ ഒറ്റയ്ക്ക് ഞാൻ മാത്രമേ അത് ശ്രദ്ധിച്ചുള്ളൂ. നോക്കിയപ്പോൾ അടുത്തൊരാളെന്ന് വെച്ചിരിക്കുന്നത് ഡയറക്ടർ ഇറങ്ങി ഓടി ചിരി കണ്ടോളി. അപ്പോൾ അങ്ങനെ സംഭവിക്കാം. ഈ ഇമോഷൻ കണ്ട് നമ്മൾ ഇതാവുന്ന പോലെ തന്നെ. പക്ഷേ ജനറലി ഇമോഷൻസിന് അങ്ങനെ ബാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ എപ്പോഴും ബാക്ക് ഓഫ് ദ മൈൻഡ് നമുക്കറിയാം നമ്മളിത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളവിടെ ഒരു തെറ്റ് ചെയ്താൽ ആ ആക്ടറുടെ ഇമോഷൻ ബ്രേക്ക് ആവും. അതുകൊണ്ട് നമ്മൾ കഴിവതും എന്ത് തോന്നിയാലും നമ്മൾ അങ്ങനെ പിടിച്ചു നിൽക്കും. പക്ഷേ ഈ ഹ്യൂമർ നമുക്ക് ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുപോലെ പാട്ടുകൾ, ഒരുപാട് നല്ല പാട്ടുകൾ ചെയ്ത സിനിമയിലുണ്ട്. അതൊരു വലിയ കാര്യമാണ്. ഇഷ്ടം പോലെ പാട്ടുകൾ നേരിട്ട് അങ്ങനെ അനുഭവിക്കാൻ പറ്റുക എന്നുള്ളത്. പക്ഷേ റീടേക്കുകളൊക്കെ വരുമ്പോൾ കുറച്ച് ഹെക്ടിക് ആയിരിക്കാം. ഇപ്പോൾ രാവണപ്രഭുവിലെ പാട്ട്
അത് നല്ല കളർഫുള്ളാണ്. അതുപോലെ എനിക്ക് തോന്നുന്നു ബനാറസ് മൂവിയിലെ ഭയങ്കര കളർഫുള്ളാണ്. അപ്പോൾ അത്തരം സമയത്തൊക്കെ ഈ ക്യാമറ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ എങ്ങനെയാണ് അതിൻ്റെ ഒരു കളേഴ്സൊക്കെ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? അത് സോങ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതിനോടുള്ള ആറ്റിറ്റ്യൂഡ് ഡിഫറെൻറ്റാണ്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ ലിബർട്ടി ഉണ്ട്. കാരണം റിയലിസത്തിന് അപ്പുറമുള്ളൊരു സംഭവമാണ്. വളരെ അപൂർവമാണ് റിയലിസ്റ്റിക് സോങ്സ് അന്ന് പണ്ട്. പക്ഷേ ഇപ്പോൾ കുറേ കൂടെ റിയലിസ്റ്റിക് ആണ് സോങ്സ് എന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ കണ്ടിട്ടുള്ള സോങ്സ് മിക്കവാറും, കാരണം ഇപ്പോൾ സോങ് കൊറിയോഗ്രാഫ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ കുറവാണ്. ഇപ്പോൾ ഇൻസിഡൻസ് വെച്ചിട്ടുള്ള ഇതിൻ്റെ ഒരു തമാശ എന്ന് വെച്ചാൽ, ഞാൻ ഇത്ര സോങ്സ് ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ കുറേ നല്ല സോങ്സ് ഹിറ്റ് സോങ്സ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി സിനിമയിൽ സോങ്സ് അത്ര ഇഷ്ടമല്ല. ഇൻ സെൻസ് ഇങ്ങനെ ഇതുപോലെ അങ്ങനെ പാടി ഡാൻസ് ചെയ്ത് വരുന്ന അങ്ങനത്തെ സോങ്സ് അത്ര, അത് സിറ്റുവേഷൻ അങ്ങനെ ഒരു ഡാൻസറൊക്കെ ആണെങ്കിലും ഓക്കെ. അല്ലാത്ത പക്ഷം ഇപ്പോൾ കൂടുതൽ ചെയ്യുന്ന പോലെയുള്ള അങ്ങനത്തെ സോങ്സാണ് എനിക്കിഷ്ടം. സ്വാഭാവികത ഉള്ളതാണ്, അതാണ് കൂടുതൽ ഇഷ്ടം. ഓക്കെ. പ്രണയമണി തൂവൽ അന്നും ഇന്നും ഹിറ്റാണ്. പാട്ടും അതെ, അതിൻ്റെ സീക്വൻസുകളും ഒക്കെ. അതിൽ ആ മഴ പെയ്യിക്കുന്നതും ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു മെമ്മറി എന്ന് പറയാം. ഭാനുപ്രിയാണ് ഓഫ് കോഴ്സ്. അവർ നല്ല എന്താ പറയുക, ഗ്രേസ് ഉള്ള, അതെ അതെ അതെ, ഭംഗിയുള്ള ഒരു ആക്ടറാണ്. അപ്പോൾ മഴ അവരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട വേറെ കാര്യം, ഊട്ടിയിലടക്കം ഷൂട്ടിങ് തണുത്ത വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് ഐസ് പോലുള്ള വെള്ളം, അതിലാണ് ഇവർ ഡാൻസ് ചെയ്യുന്നത്. ഒരു എന്താ പറയുക ഷിവറിങ് ഒന്നുമില്ലാതെ. ഷോട്ട് കഴിഞ്ഞ ഉടനെ പോയി ചൂടുവെള്ളം ദേഹത്ത് ഒഴിക്കലും അങ്ങനെയൊക്കെ ചെയ്തവർ വളരെയധികം കഷ്ടപ്പെട്ടു. പക്ഷേ അവരൊരു ഡാൻസർ എന്ന നിലയ്ക്ക് അത്രയും എക്സലൻ്റ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ ആ സോങ് ഇത്ര മനോഹരമായത്. പിന്നെ എനിക്കില്ല, എൻ്റെ ഒരു കൊമേഴ്ഷ്യൽ സിനിമയിലെ ബ്രേക്ക് എന്ന് പറയുന്ന സാധനം ഹൈവേ കഴിഞ്ഞാൽ, ഹൈവേ കണ്ടിട്ടാണ് എന്നെ ഇതിലേക്ക് വിളിക്കുന്നത്, അഴകരാവൺ. പിന്നെ അഴകരാവൺ വന്ന ശേഷം ഞാൻ മെയിൻ സ്ട്രീം കൊമേഴ്ഷ്യൽ സിനിമയിൽ ഓക്കെ. അത് അപ്പോൾ ആ 2 മൂവീസും എന്നെ സംബന്ധിച്ചോളം കരിയർ ബ്രേക്കാണ്. എന്നെ സംബന്ധിച്ചോളം മാത്രമല്ല, എൻ്റെ ബാങ്ക് അക്കൗണ്ടിനും. വെണ്ണില ചന്ദനഗണം പാട്ട്, അതിൽ നല്ല ഭംഗിയിൽ നമ്മൾ വെണ്ണിലാവിനെ ഇങ്ങനെ വെള്ളത്തിൽ കാണുന്ന സീക്വൻസ് ഉണ്ട്. അതെങ്ങനെയായിരുന്നു ഷൂട്ട്? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അത് നിലാവല്ല, അത് ലൈറ്റാ. അറിയാം. കുറേ സിനിമ എന്ന് പറയുമ്പോൾ കുറേ കൺകെട്ടാണല്ലോ. അപ്പം അതുപോലെ ചെയ്ത ഒരു എഫക്റ്റാണത്, ലൈറ്റ്സിൻ്റെ റിഫ്ലക്ഷനാണത്. പിന്നെ അത് മാക്സിമം നമ്മൾ കൺട്രോൾ ചെയ്ത് നിലാവിൻ്റെ ഫീൽ കൊണ്ടുവരിക എന്നുള്ളത്. ആ സോങ്ങിൽ വെച്ചാൽ നമ്മൾ പണ്ട് ഡേ ഫോർ നൈറ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് യൂസ് ചെയ്തത്. ഇതിൻ്റെ പകലാണ് കൂടുതൽ ഷൂട്ടിങ്, എന്നിട്ട് അതിനെ രാത്രിയാക്കുക. ശരി. കുറേ നമ്മൾ ഫിൽറ്റേഴ്സും പിന്നെ പിന്നീട് ലാബിലുള്ള പ്രോസസ്സൊക്കെ കൂടി ഡേ ഫോർ നൈറ്റ് എന്ന് പറഞ്ഞ സാധനം ആ പർട്ടിക്കുലർ പാട്ടിൽ നിങ്ങൾ കണ്ട പല ഷോട്ടും പകലെടുത്താണ്. ഡേ ഫോർ നൈറ്റ് രസമാണ്. നമ്മൾ സീൻസിലൊക്കെ ചെയ്യാറുണ്ട് പലപ്പോഴും, അത് ചെയ്യാറുണ്ട്. പക്ഷേ രാത്രിയിലേക്ക് മാറ്റും. പക്ഷെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മറ്റേ അഴകരാവണിൽ രൂപ ആ സോങ്ങുള്ളൂ. അതിൻ്റെ പിക്ചറൈസേഷൻ ശരിക്ക് ഞങ്ങൾ കുറേ വളരെയധികം ലൈറ്റ്സൊക്കെ ഉപയോഗിച്ച്, അന്ന് 3 ജനറേറ്ററൊക്കെ ഉപയോഗിച്ച് പല ഏരിയ ലൈറ്റ് അപ്പ് ചെയ്ത് കുറേ സെറ്റൊക്കെ ഇട്ടിട്ടല്ലേ അത് ചെയ്തിട്ടുണ്ടാവുക? സെറ്റല്ല, അത് ഒറിജിനൽ ഏരിയ. അത് ശരി. സെറ്റ് ഉണ്ട് ഇൻ ദ സെൻസ് അതിനോട് നിൽക്കുന്ന പോലെ തന്നെ നമ്മൾ മോൾഡ് ചെയ്തു കുറച്ച് ചില കാര്യങ്ങൾ. പക്ഷെ ഓൾമോസ്റ്റ് മിക്കതും ഒറിജിനൽ ഏരിയ. ഇപ്പോൾ അതുപോലെ ഒരുപാട് ഡാൻസും പാട്ടും ഒക്കെ ഉള്ളൊരു സിനിമയാണ് നമ്മുടെ കല്യാണരാമൻ അല്ലേ? കുറേ, അതും ഒരുപാട് ആൾക്കാരെ വെച്ചിട്ടുള്ള പാട്ടുകൾ. എത്ര 3-3-ലധികം പാട്ടുകൾ അങ്ങനെ ഗ്രൂപ്പായിട്ടുണ്ട് തോന്നുന്നു അല്ലേ? അപ്പോൾ അതെങ്ങനെയായിരുന്നു? അതിൽ എനിക്ക് തോന്നുന്നു കൈത്തുടി താളം തട്ടി എന്നുള്ള പാട്ടൊക്കെ ഇല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സോങ്ങിനുള്ള ഒരു പ്രത്യേകത വെച്ചാൽ സാധാരണ പോലുള്ള കൊറിയോഗ്രാഫി അല്ല, അതിനൊരു സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്. മാത്രമല്ല ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഇതുണ്ട്, എന്താ വെച്ചാൽ പോരുണ്ട്, മത്സരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് സ്റ്റോറിയുടെ ഒരു ഭാഗമാണ്, നറേഷൻ്റെ ഭാഗമാണ്. ഈ പറഞ്ഞ പോലെ അത് പ്രൊഡ്യൂസർ ലാലിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു അതിൻ്റെ ഷൂട്ടിംഗ് മൊത്തം. പന്തലും എല്ലാം അവിടെ തന്നെയായിരുന്നു. അത് ചില സിനിമകൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആ സിനിമയുടെ മൂഡിൽ തന്നെ ആയിരിക്കും, നമ്മൾ ഫുൾ ഫണ്ണും അതൊക്കെ ആയിരിക്കും. ദിലീപിൻ്റെ കൂടെയൊക്കെ പിന്നെ വർക്ക് ചെയ്യുമ്പോൾ എന്നും നമ്മൾ വളരെ ക്ലോസ് ഫ്രണ്ട് കൂടെ ആയതുകൊണ്ട്
അങ്ങനെ തന്നെ വളരെയധികം എൻജോയ് ചെയ്ത ഒരു മൂവി അത്. വേറൊരു പാട്ട് ഓർത്തെടുക്കുകയാണെങ്കിൽ 14 രാവിൻ്റെ എന്നുള്ള പാട്ട്, എനിക്ക് തോന്നുന്നു ആ പാട്ടിലെ ഒരു സ്പെഷ്യൽ ആംഗിളൊക്കെ വെച്ചതിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡച്ച് ആംഗിൾ. ഡച്ച് ആംഗിൾ എന്താണ്? അന്നത്തെ ഡച്ച് അന്ന് ലിമിറ്റഡ് ഓപ്ഷൻസ് അല്ലല്ലോ നമുക്ക് ഈ ടൂൾസും ഗാഡ്ജറ്റ്സ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ ഒരു ആംഗിളിലെ ഒരു ഡിഫറൻസ് വരാൻ വേണ്ടി, അല്ലെങ്കിൽ അത് ചില സിറ്റുവേഷൻസിൽ നമുക്ക് അത് ഒരു അനിവാര്യതയായി മാറും ആ ഫ്രെയിമിങ്ങിൻ്റെ ഭാഗമായിട്ട്. ടച്ച് ആംഗിൾ വെച്ചാൽ ക്യാമറയുടെ സ്റ്റാൻഡിലെ ഹെഡ് ലൂസ് ചെയ്തിട്ട് ക്യാമറ ഇങ്ങനെ ടിൽറ്റ് ചെയ്ത് ഒരു സൈഡിലേക്ക് ചരിച്ച് വെക്കുന്നതാണ്. അപ്പോൾ എങ്ങനെ ചരിച്ച് വെച്ചാൽ ഫ്രെയിമിൽ വരുമ്പോൾ ഫ്രെയിം അതായി തോന്നില്ല, പക്ഷേ അതിൻ്റെ ആംഗിൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. പണ്ടത്തെ എനിക്കൊന്ന് കുറേ കാലം മുമ്പുള്ള സിനിമകളിലാണ് കുറേ ഇത് കണ്ടിരുന്നത്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള പല ഗ്രിപ്സ് വന്നു, അങ്ങനെയൊക്കെ വന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ അത്രയും കണ്ട് ശീലിച്ച് കഴിയുമ്പോൾ പിന്നെ അതിന് കൗതുകമില്ലല്ലോ. അത് ശരി. രാവണപ്രഭുവിലെ പൊട്ടുകുത്തടി സോങ്, അതിൻ്റെ ഒരു മെമ്മറി? അല്ല, അതിൻ്റെ മെമ്മറി വെച്ചാൽ ഇതിപ്പോൾ ഇൻസിഡൻ്റലി ഇനിയാന്ന് അതിൻ്റെ ആർട്ട് ഡയറക്ടർ ബോബനാണ്, ഈ രാവണപ്രഭുവിൻ്റെ. ഓക്കെ. നമ്മളെ നല്ല ഫ്രണ്ടാണ്. അപ്പോൾ ബോബൻ വെറുതെ ഇങ്ങനെ വിളിച്ച് സംസാരിച്ചപ്പോൾ, നിങ്ങൾക്ക് ആ സിനിമ ഓർമ്മയില്ല, ഈ വസുന്ധര രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഗ്രീൻ കളർ ബാക്ക് പാക്ക് ഉണ്ട്. ഒരു നല്ല ബാക്ക് പാക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ച് നടക്കുമ്പോൾ അത് ആക്ച്വലി എൻ്റെ ബാക്ക് പാക്ക്, അത് ഞാൻ എൻ്റെ ഡ്രസ്സുകൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് ഇമ്പോർട്ടഡ് ആയിരുന്നു, അതുകൊണ്ട് അതാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് എടുത്തു വെച്ച് എനിക്കത് തിരിച്ചു കിട്ടാൻ ഓൾമോസ്റ്റ് 2.5 വർഷമായി. അപ്പോൾ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഓർമ്മയാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എനിക്കതിൽ ഒരു ഷോട്ട്, അത് പ്രോബബ്ലി എൻ്റെ ഒരു പ്രൈവറ്റ് ഇതായിരിക്കും. എനിക്ക് വസുന്ധര ഓടിച്ചെന്നൊരു മരത്തിൻ്റെ ചുവട്ടിരിക്കുന്നൊരു ഷോട്ടുണ്ട്, ഇങ്ങനെ കതച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കിൽ മലനിരകൾ ഇങ്ങനെ കാണാം. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് കിട്ടി ആ സമയത്ത്, ലൈറ്റിങ്ങിൻ്റെയും ആ മൂവ്മെൻറ്റിൻ്റെ. പിന്നെ ആ ഷോട്ട്, അത് സോങ്സ് പൊതുവെ നല്ല കളേഴ്സും ഒക്കെ കുറേ കിട്ടിയിട്ടുണ്ട്. അതാണ് ഞങ്ങൾ ആ സിനിമ ഷൂട്ട് തുടങ്ങുന്നത് ആ പാട്ട് വെച്ചിട്ടാണ്. ഓ ശരി, ആ പാട്ടാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്ത ആ സോങ്ങാണ്. കറുപ്പിനഴകി കഴിഞ്ഞ് സ്വപ്നക്കൂടെ വന്ന ശേഷം എനിക്ക് ഇടയ്ക്ക് കോൾ വരും, ആ ഷോട്ട് എവിടെ എടുത്ത്, അപ്പോൾ നിങ്ങൾ എവിടെയുള്ളത്? ഞങ്ങൾ പോണ്ടിച്ചേരിയുണ്ട്. അവിടെ നിന്ന് ഒരു വണ്ടി എടുത്ത് നേരെ മദ്രാസ് എയർപോർട്ടിൽ പോയി അടുത്ത ഫ്ലൈറ്റ് കയറി വിയന്നെ പോയാൽ അവിടെ ഞാൻ പറഞ്ഞുതരാം ലൊക്കേഷൻ. കാരണം പലതും വിയന്നയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ വളരെ ഡിഫറെൻ്റായി നിൽക്കരുന്ന ഒരു ആഗ്രഹമുള്ളതുകൊണ്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മളെടുത്തത്. പാട്ട് മാത്രമല്ല വിയന്നയിൽ ഷൂട്ട് ചെയ്തത്, പാട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷെ അത് ഇവിടെയുള്ള കട്ട്സ് അതിൻ്റെ ഇതായിട്ട് അവിടെ വന്നിട്ടുണ്ട് കുറെ. എനിക്കൊന്ന് ഒരു സോങ് മാത്രം, ഒരു പൂ മാത്രം ചോദിച്ചു എന്നുള്ള മാത്രമാണ് ഫുൾ അവിടെ എടുത്തത്, ഫുൾ സോങ് എടുത്തു. ബാക്കിയെല്ലാം മിക്സ് ചെയ്തിട്ടാ മതിരിക്കും. അത് ശരിക്കും സ്വപ്നക്കൂടിലെ വീട് തേടി ഒരുപാട് ആൾക്കാർ പോണ്ടിച്ചേരിക്ക് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്വപ്നക്കൂട് ലൊക്കേഷനിൽ ഫോട്ടോ എടുക്കാൻ അവരങ്ങനെ പ്രിസർവ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ എന്തോ പുതിയ റൂൾ പ്രകാരം. ഞാൻ ലാസ്റ്റ് ഇയർ പോയ സമയത്തും സ്വപ്നക്കൂടിലെ വീട് എന്നുള്ളത് അവിടെ എനിക്ക് തോന്നുന്നു കഫേ മാതിരിയോ കൃഷ്ണഗുഡിയിലൊരു പ്രണയകാലത്ത്, അതിൻ്റെ റെയിൽവേ സ്റ്റേഷൻ തന്നെ നമ്മുടെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷനാണെന്ന് ആൾക്കാർ വിശ്വസിക്കാൻ കുറേ സമയം എടുത്തതാണ്. കാരണം അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനാണ് കൃഷ്ണഗുഡി എന്നുള്ളൊരു സാങ്കല്പിക സ്ഥലമായിട്ട് നമ്മൾ കാണുന്നതെന്നാണ് പറയണത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ലൊക്കേഷൻ, ആ ഒരു ഷൂട്ടിൻ്റെ മെമ്മറി പറയുമോ? അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെ കുറേ അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് കളേഴ്സൊക്കെ കുറച്ച് ട്വീക്ക് ചെയ്ത് അതാണ് ഇത്. പക്ഷേ തിരക്ക് എന്നും ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരാൾക്കാരാണ് പെരിന്തൽമണ്ണയിൽ. ഈ ഷൂട്ട് കാണാൻ ഒരു 5,000 മുതൽ 10,000 ആൾക്കാരുണ്ടാവും. പക്ഷേ എത്രയും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആൾക്കാർ. ഒന്ന് മാറി നിൽക്കുമെന്ന് വെച്ചാൽ അത് എല്ലാം ടോട്ടൽ അങ്ങോട്ട് മാറി നിൽക്കും. അത് മാത്രമല്ല, എല്ലാം കഴിഞ്ഞ് ആക്ടേഴ്സൊക്കെ പോയി സ്റ്റേഷൻ്റെ ഒരു ഷോട്ട് എടുക്കുക നൈറ്റ്. അപ്പോൾ ഇതിങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇവിടെ ആക്ടേഴ്സൊക്കെ പോയി? ഞങ്ങൾ ഷൂട്ടിങ് കാണട്ടപ്പോൾ, സ്റ്റേഷൻ കാണട്ടപ്പോൾ എന്ന് പറഞ്ഞിട്ട് അവർ മുഴുവൻ നമ്മൾ പാക്കപ്പ് എന്ന് പറയുന്നവരെ അവരവിടെ വെയിറ്റ് ചെയ്തു. അത്
വളരെ റെയറായിട്ട് കാണുന്ന ഒരു സാധനം. പെരിന്തൽമണ്ണക്കാർക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ക്വാളിറ്റി ഉണ്ട്. നൈസ്, ദാറ്റ്സ് നൈസ്. ഇപ്പോൾ സിനിമയിൽ തന്നെ നമ്മൾ സാധാരണ എടുക്കുന്ന ഒരു ഷൂട്ടല്ലാതെ അല്ലെങ്കിൽ നടത്തുന്ന ഒരു ഷൂട്ടല്ലാതെ ഇപ്പോൾ എന്തെങ്കിലും പ്രത്യേകത ഉള്ള, അതായത് ഇപ്പോൾ മധുര നൊമ്പരക്കാറ്റിലൊക്കെ കാറ്റ് അതൊരു ക്യാരക്ടറാണ് ആ സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി ആണെങ്കിൽ അത്, അത്തരം ഷൂട്ടുകളൊക്കെ ചെയ്യുന്ന സമയത്തുള്ള എന്തെങ്കിലും മെമ്മറി, ഇപ്പോൾ മധുര നൊമ്പരക്കാറ്റിൻ്റെ തന്നെ ആണെങ്കിൽ കാറ്റ് തന്നെ മെമ്മറി. അത് എത്ര ദിവസത്തെയാണ്, എങ്ങനെയാണ് ഷൂട്ട്, എത്ര എക്സ്റ്റെൻഡ് ചെയ്ത് പോയോ, അങ്ങനത്തെ ഓർമ്മകളുണ്ടോ? ഇല്ല, ലക്കിലി നമ്മൾ അങ്ങനെ ഇതില്ല. പക്ഷേ ഒരു ടീം വർക്കിൻ്റെ എഫേർട്ടാണ് ആ സിനിമയുടെ ഒക്കെ. കാറ്റ് നമുക്കൊരിക്കലും കാണാൻ പറ്റില്ല, ശബ്ദം പലപ്പോഴും കേൾക്കാം. അതും കാറ്റിൻ്റെ ശബ്ദമല്ല, കാറ്റ് എവിടെയെങ്കിലും ഉണ്ടാക്കുന്ന എഫക്റ്റാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ വിഷ്വലി കാറ്റ് കാണണമെങ്കിൽ മൂമെൻറ്റ്സ് കാണണം. അത് കാണുന്നത് നമ്മൾ ചെടികളിലും പൊടി ഇങ്ങനെ കരിയിലകൾ പറക്കുന്നു, അങ്ങനെ അതായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ക്രൂവിൻ്റെ ഒരു മെയിൻ ജോലി. മാത്രമല്ല എത്ര പ്രൊപ്പലർ വെച്ചടിച്ചാലും നാച്ചുറൽ കാറ്റിനെതിരെ നിന്നാലും നമുക്കൊന്നും പറ്റില്ല, അത്രയും സ്ട്രോങ്ങാണ്. നമ്മളത് ഫീൽ ചെയ്യുന്നില്ലെന്നുള്ളൂ. പക്ഷേ അപ്പോൾ എന്താ വെച്ചാൽ എല്ലാ ചെറിയ ചെറിയ ചെടികളിലും ചെറിയ മരങ്ങളിലൊക്കെ കയറും കമ്പിയൊക്കെ കെട്ടിയിട്ട് കാറ്റടിക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെയൊന്ന് കുലുക്കിക്കൊണ്ടിരിക്കുക ആൾക്കാർ നോക്കിയാൽ ഈ പാവകളി പോലെ ഉണ്ടാവും കുറേ പേര് ഇരുന്നിട്ട് ഈ സാധനം. അപ്പോൾ പക്ഷെ അതൊന്നും ഫ്രെയിമിൽ മറ്റവർക്ക് അറിയുന്നില്ല. ഇതിൻ്റെയൊക്കെ എഫേർട്ട് മഴ എടുക്കുമ്പോഴെങ്ങനെ, ഇപ്പോൾ പെരുമഴക്കാലം ഷൂട്ട് ചെയ്യുമ്പോൾ അതിൽ ആകെ 2 ഷോട്ടേ ഉള്ളൂ ഒറിജിനൽ മഴ, ബാക്കി എല്ലാം ക്രിയേറ്റഡാണ്. അത് നല്ല പണിയാണ്. മഴ വിസിബിലിറ്റി വേണമെങ്കിൽ നമുക്ക് എഗെയിൻസ്റ്റ് ലൈറ്റൊക്കെ ആയിരിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ ടീം. ഇപ്പോൾ ഡയറക്ടർക്ക് നമ്മൾ കൂടെ നിൽക്കുമ്പോൾ സിനിമാറ്റോഗ്രാഫർക്ക് ഭയങ്കര എളുപ്പമാണ്. കാരണം ഇവിടെ വെച്ചാലേ മഴ കാണാൻ മാർഗുള്ളൂ എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ഡയറക്ടർ കൂടെ നിന്നാലും ഓക്കെ, അല്ല ഇവിടെ തന്നെ എനിക്ക് വേണം ഷാർട്ടും പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാനാ? ഈ മഴയുടെയൊക്കെ ഇപ്പോൾ മഴ അവിടെ വരുത്താനായിട്ടൊരു സെറ്റ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ തന്നെ ശക്തിയിലൊക്കെ ഡിഫറൻസ് വരുമ്പോൾ ഇത് കണ്ടിന്യൂറ്റിയെ ബാധിക്കും, അപ്പം വീണ്ടും റീടേക്ക് അങ്ങനെയൊക്കെ വരുമോ? പിന്നെ എത്ര തവണ വരാറുണ്ട്, പലപ്പോഴും വരാറുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ സാധനങ്ങൾ അല്ല ഇപ്പൊ സാധാരണ ഒരു ഷോട്ടൊക്കെ ആണെങ്കിൽ ഓക്കെ. പെരുമഴക്കാലം എന്ന് വെച്ചാൽ മഴ അതിൻ്റെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതിൽ വരുന്ന ചെറിയ ചെറിയ വ്യതിയാനങ്ങളൊക്കെ ആ മൂഡിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കണ്ടിന്യൂറ്റി എല്ലാം നോക്കി വളരെ പക്ഷേ എങ്കിലും അതേ പറയാം അഗൈൻ ഈ മധുരമഴക്കാറ്റ് കാറ്റായിരുന്നെങ്കിൽ പെരുമഴക്കാലം മഴ, കൃഷ്ണകുടിയിൽ പ്രണയകാലത്ത് മഞ്ഞ്, അതിൽ ഒറ്റ ഷോട്ട് പോലും മഞ്ഞില്ല, അത് മുഴുവൻ പുകയാണ്. ഈ കുറേ നമ്മൾ തീച്ചട്ടിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന കുറേ പേർക്കാണ്, അസിസ്റ്റൻറ്റ് ക്യാമറമാൻ, അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ്, ആർട്ടിലെ കൂടെയുള്ളവരൊക്കെ എല്ലാവർക്കും നല്ല പണിയായിരുന്നു. സച്ചി എന്നുള്ളൊരു വലിയ വ്യക്തി, നമുക്ക് ഒരുപാട് ആരാധകരുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിനുമായിട്ട് വളരെ ക്ലോസ് കണക്ഷൻ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ചൊന്ന് പറയാം. സച്ചി ആദ്യം ചോക്ലേറ്റ് എന്നുള്ള സിനിമ എടുക്കുമ്പം ഞങ്ങൾ ഒരേ ഹോട്ടലിലാണ് താമസിച്ചു. അന്ന് തൊട്ടേ ഞങ്ങൾ വളരെ സച്ചിയും ഞാനും പ്രത്യേകിച്ചും, കാരണം ഞങ്ങളുടെ സംഭാഷണങ്ങളിൽ പല കാര്യങ്ങളും ഞാൻ പണ്ട് ഭയങ്കരമായിട്ട് വായനാശീലമുണ്ട്, പുസ്തകങ്ങൾ ഭയങ്കരമായിട്ട് വായിക്കുക. സച്ചി നല്ല ഇതാണ്, അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കും. പിന്നെ കവിതകൾ എനിക്ക് അത്ര ഇതില്ലെങ്കിലും കുറേ എനിക്ക് കുറേ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു കവി എന്ന് വെച്ചാൽ നെരൂദയാണ്. അപ്പോൾ നെരൂദയുടെ പോയംസ് സച്ചി നന്നായിട്ട് പറയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഡിസ്കഷൻ പലപ്പോഴും ഞങ്ങൾ രണ്ടുപേരും മാത്രമായിരിക്കും രാത്രി മുഴുവൻ. അപ്പോൾ അത് ആ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ വളർന്ന് ഞങ്ങൾ പാർട്ട്നേഴ്സായിട്ട് ചേട്ടായിസ് എന്നുള്ള സിനിമ ചെയ്തു. ഒന്നിച്ച് താമസമായിരുന്നു ഞങ്ങൾ, ആ പാർട്ട്നേഴ്സൊക്കെ ആയിരുന്നു ഞങ്ങൾ ഒന്നിച്ച് ഒരേ ഫ്ലാറ്റിൽ കുറേ മാസം. അപ്പോൾ നാച്ചുറലി ഉണ്ടാകുന്ന ഒരു അടുപ്പം. ഇൻഫാക്റ്റ് ഞാൻ ഇന്നലെയല്ല മിനിയാന്ന് സച്ചിയുടെ സിസ്റ്ററോട് സംസാരിച്ചിരുന്നു. നമുക്ക് മിസ് ചെയ്യുന്ന ഒരാളാണ്, കാരണം വളരെ ടാലൻറ്റഡും നല്ലൊരു വ്യക്തിയും നമുക്ക് വളരെ നല്ലൊരു ഫ്രണ്ടുമായിരുന്നു. എങ്ങനെയാണ് ആസ് എ സിനിമാറ്റോഗ്രാഫർ എപ്പോഴും ഇങ്ങനെ സുഖേട്ടൻ ഒരു ഭയങ്കരമായൊരു എഫേർട്ട് എടുക്കാറുണ്ടോ? അതായത് സിനിമകൾ അപ്ഡേറ്റഡ് ആവുന്നു, അതുപോലെ പുതിയ ടെക്നിക്സിന് എങ്ങനെയാണ് അതിനെ ഒരു സിനിമാറ്റോഗ്രാഫർ അപ്രോച്ച് ചെയ്യുക? തീർച്ചയായും അപ്ഡേറ്റഡ് അല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാത്ത നമ്മുടെ ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ സിനിമാറ്റോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചെന്നൈ, ഇവിടെ ക്യുമാക് സിനിമാറ്റോഗ്രാഫി മലയാളം സിനിമ, അങ്ങനെ
യൂണിയൻസും ഈ അസോസിയേഷൻസൊക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് സെമിനാർസും ഈ വരുന്ന പുതിയ സാധനങ്ങളെക്കുറിച്ചിട്ടുള്ള പല അപ്ഡേറ്റ്സുള്ള ഫങ്ഷൻസും അവയർനെസ്. ഇപ്പോൾ ഒരു പുതിയ ക്യാമറ, ലെൻസ്, ലൈറ്റ് എന്തെങ്കിലും ലോഞ്ച് ചെയ്താൽ ഉടനെ നമുക്ക് വരും അതിൻ്റെ ഇൻഫർമേഷൻ. അതില്ലെങ്കിൽ അങ്ങനെ അപ്ഡേറ്റ് ഇല്ലെങ്കിൽ നമുക്കത് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ പിടിച്ചു നിൽക്കാതെ മാത്രമല്ല, സിനിമയുടെ ഒരു ലെവൽ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് മാറി, ഡൈനാമിക്സ് ഒക്കെ മാറി അതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ യൂസ് ചെയ്യേണ്ട ഒരു നിർബന്ധം എന്തായാലും ഉണ്ട്. അതല്ലാത്ത സിനിമകളുണ്ട്, അല്ല എന്ന് പറയുന്നില്ല, പക്ഷെ കൂടുതൽ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അത് നാച്ചുറലി അപ്ഡേഷൻ ഉണ്ടാവും.